അടുത്ത നമുക്ക് ഫോമിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഫോം ബോട്ടിലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മേളിൽ ടോപ്പിൽ ഒരു നോബ് വരുന്നത്, ഇത് നമുക്ക് നമ്മുടെ തിക്നെസ്, ഫോമിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മൈനസിലേക്ക് പോയി കഴിഞ്ഞാൽ വാട്ടറിൻ്റെ അളവ് കൂടും, അതേപോലെ പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോമിൻ്റെ തിക്നെസ് കൂടും. അതാണ് ഈ ഒരു സംഭവം. ഫോം വരുന്നതിൻ്റെ വിഡ്ത്ത് കൂട്ടാനും അതേപോലെ അത് പോയിൻ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നോബാണ്. അതേപോലെ ഇത് അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാനാണ്. അതേപോലെ നമുക്കിപ്പോൾ ഫോം ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫോം എടുത്തൊന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബോഡിയിലേക്ക് അടിക്കാനായിട്ട്. നമ്മൾ ഫോം അടിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ വണ്ടിയുടെ ബോഡിയോട് അടുത്ത് നിന്നിട്ടല്ല, നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം അടിക്കാൻ. അപ്പം നമുക്ക് അത്ര ഏരിയ കവർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിലേക്ക് മാത്രമേ ഈ ഫോം അപ്ലൈ ആവത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. നമ്മളൊരു വണ്ടി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്ലാസ് പോർഷൻ ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം ബോഡി ചെയ്യാൻ. അപ്പം സെക്കൻഡ് നമ്മൾ ബോഡി ചെയ്യുമ്പോൾ ബോഡിയിൽ നമ്മൾ ടോപ്പിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഒരാളങ്ങ് ഗ്ലാസ് അങ്ങ് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരാൾ ബോഡി ചെയ്താലും മതി. അതാകുമ്പോൾ ഇത്തിരി കൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ബോഡിയിൽ ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടൈമിനുള്ളിൽ ബോഡിയിൽ ഉണങ്ങി പിടിക്കും. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് റബ്ബ് ചെയ്യാനുള്ള കാര്യങ്ങൾ നീക്കിക്കോണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇരട്ടിപ്പണിയായി പോകും. ഒന്നാമത്തെ കാര്യം, വെയിലുള്ള സമയത്തായിരിക്കും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് ഉണങ്ങി പിടിക്കും ഫോം. അപ്പോൾ മാക്സിമം ഫാസ്റ്റ് ആക്കുക വർക്ക്. ഉടനെ തന്നെ നമ്മൾ ഫോം ചെയ്ത് റബ്ബ് ചെയ്ത് ശേഷം നമ്മൾ വെള്ളം അടിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് ടൈം എടുക്കാതെ തന്നെ വർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചില വണ്ടികളിലൊക്കെ നമ്മൾ ടയർ ഡിഗ്രീസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തെ ചെളികൾ പക്കയായിട്ട് മാറത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹാർഡ് ബ്രഷ് വെച്ചിട്ട് ടയർ ബ്രഷ് ചെയ്യുന്നത്. ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തെ ചെളി പോയിട്ട് പക്കയായിട്ട് ടയർ ഓക്കെ ആവും. നമ്മൾ ഫോം ചെയ്തു, റബ്ബിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മൾ ബോഡി വെള്ളം അടിക്കുന്നതാണ്. അപ്പോൾ ബോഡിയിൽ വെള്ളം അടിക്കുമ്പോൾ ടോപ്പിൽ നിന്ന് വേണം വെള്ളം അടിച്ച് താഴേക്ക് ഇറങ്ങാൻ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ താഴെ നിന്ന് അടിച്ച് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ടോപ്പിലെ ഫോം അത് താഴോട്ട് വീണ്ടും ഒലിച്ച് വരും, ഇരട്ടിപ്പണിയാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം കേട്ടോ.